അപ്പം ഒരാൾ വന്ന് നബിയോട് പറയുന്നു, ദുല്ലനി അലാ അമലിൻ, നബിയെ താങ്കൾ എനിക്ക് ഒരു അമൽ അറിയിച്ചു തരണം. എങ്ങനത്തെ അമലാണ്? ഇദാ അന അമിൽതുഹു, ഞാനത് പ്രാവർത്തികമാക്കിയാൽ, ഞാനത് അമൽ ചെയ്താൽ, അഹബ്ബനില്ലാ, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും, വ അഹബ്ബനിന്നാസ്, അള്ളാഹ് മാത്രമല്ല ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും. ആ നിലക്കുള്ള ഒരു അമല് നബിയെ താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ഒരാൾ വന്ന് നബി തങ്ങളോട് പറയുന്നു. അപ്പൊ അള്ളാഹിന് ഇഷ്ടം കിട്ടാൻ പല അമലുണ്ട്, ജനങ്ങളെ ഇഷ്ടം കിട്ടാനോ അതിന് വേറെ പല പ്രവൃത്തിയുമുണ്ട്. പക്ഷെ ഇവിടെ രണ്ടും വേണം, അള്ളാഹിന്റെ അമലും വേണം, അള്ളാഹിന്റെ തൃപ്തിയും വേണം, അതോടൊപ്പം ജനങ്ങളെ തൃപ്തിയും വേണം. അത് രണ്ടിനും കൂടെ പറ്റുന്ന അമൽ നബിയെ താങ്കൾ പറഞ്ഞു തരിക. ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു. നബിയെ കൊടുത്ത മറുപടി എന്താണ്? അതിനുള്ള പരിഹാരം നബി കൊടുത്ത മറുപടിയാണ്, ഇസ്ഹദ് ഫിദ്ദുന്യാ യുഹിബ്ബുക്കല്ലാഹ്. ഇസ്ഹദ് ഫിദ്ദുന്യാ, നീ ദുനിയാവിൽ വിരക്തി കാണിക്കുക, ദുനിയാവിൽ താല്പര്യം കുറക്കുക, ദുനിയാവിലുള്ള ആഗ്രഹത്തെ താല്പര്യങ്ങളെ കുറക്കുക, എങ്കിൽ യുഹിബ്ബുക്കല്ലാഹ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ദുനിയാവ് അള്ളാഹ്ക്ക് അത്ര പ്രാധാന്യമുള്ളതല്ല. അള്ളാഹു പ്രാധാന്യം കൽപ്പിച്ചത് ആഖിറത്തിനാണ്. നമ്മോട് അള്ളാഹു തആല പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞതും ആഖിറത്തിനാണ്. കല്ലാ ബൽ തൂസിറൂന ഹയാത്തദ് ദുനിയാ, എന്നാൽ അവർ ദുനിയാവിലെ ജീവിതത്തിനെയാണ് തിരഞ്ഞെടുക്കുന്നതിന് ആക്ഷേപമായി അള്ളാഹു തആല പറഞ്ഞതാണ്. അതേപോലെ യുഹിബ്ബുനൽ ആജില വയദറൂനൽ ആഖിറ എന്നൊക്കെ അള്ളാഹ് പറഞ്ഞല്ലോ. ആജില ക്ഷണികമായതിനെ ഇഷ്ടപ്പെടുന്നു, പരലോകത്തെ അവർ മറന്നു കളയുന്നു എന്നൊക്കെ അള്ളാഹു തആല ശൈലിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഈ ദുനിയാവിൽ താല്പര്യം കുറഞ്ഞവനാവോ. ഇസ്ഹദ് ഫിദ്ദുനിയ, അതാണ് സുഹദ്. സുഹദ് ഇസ്ഹദ്, സഹദ യസ്ഹദു, സുഹദ്. അപ്പം സുഹദ് എന്നാൽ വിരക്തി. അത് പൊതുവെ ഈ സുഹദുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ഹദീസിലും ഖുർആനിലും ധാരാളം കാണാൻ പറ്റും. ദുനിയാവിൻ്റെ നശ്വരത, അതേപോലെ ആഖിറത്തിൻ്റെ ശാശ്വതത്വം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപനങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ തന്നെ കിതാബു സുഹദ് എന്ന പേരിൽ ഒരുപാട് പണ്ഡിതന്മാർ കിതാബ് എഴുതിയിട്ടുണ്ട്. ഇമാം അഹ്മദ് അടക്കമുള്ള ആദ്യകാല പണ്ഡിതന്മാർ പലരും കിതാബു സുഹദ് എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചവരാണ്. അതിലൊക്കെ സുഹദുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളും ഹദീസുകളെയും ക്രോഡീകരിക്കുകയാണ് അവരൊക്കെ ചെയ്തത്. നബി തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞ വ്യത്യസ്തമായ ഹദീസുകൾ അതെല്ലാം കൂടി ജമ്മ ചെയ്ത് ആണ് കിതാബു സുഹദ്. അതിൽ വേറൊന്നും ഉണ്ടാവില്ല. കിതാബു സുഹദിലുണ്ടാവല് ഈ സുഹദിൻ്റെ മേഖലയിൽ പഠിപ്പിക്കപ്പെട്ട എല്ലാ ഹദീസും അവർ അതെടുത്ത് കൊടുക്കുന്നു. ഇപ്പം റിയാദുസ് സ്വാലിഹീൻ ഒരർത്ഥത്തിൽ സുഹദിൻ്റെ കിതാബാണ്. പൂർണ്ണമായും 100% സുഹദിൻ്റെ കിതാബ് അല്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സുഹദുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളാണ് പൊതുവെ വരുന്നത്. ആഖിറത്തേക്ക് അടുപ്പിക്കുന്ന, ദുനിയാവിന് താല്പര്യം കുറയ്ക്കുന്ന തരത്തിലുള്ള ഹദീസുകളാണ് സുഹദിൽ റിയാദുസ് സ്വാലിഹീനിൽ വരുന്ന നല്ലൊരു ഭാഗം ഹദീസുകളും. അപ്പം അങ്ങനെ ഇമാം അഹമ്മദ് മുതൽ അവിടെ ഇങ്ങോട്ട്, ഇമാം അഹമ്മദ് മാത്രമല്ല അപ്പുറത്ത് ഇബ്നു മുബാറക്ക് അടക്കമുള്ള ആളുകളൊക്കെ സുഹദ് എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും സുഹദ് എന്നൊരു ഭാഗം അവരൊക്കെ പ്രത്യേകമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രമായ ഗ്രന്ഥം എഴുതാത്തവർ തന്നെ പൊതുവായി ഗ്രന്ഥം ക്രോഡീകരിച്ചപ്പോഴും അതിൽ നല്ലൊരു ഭാഗം സുഹദ് വർ റഖായിഖ് എന്നൊക്കെ ഇമാം ബുഖാരി അടക്കമുള്ളവർ അവിടെ കിതാബുകളിൽ സുഹദ് വർ റഖായിഖ് എന്ന പേരിൽ പ്രത്യേകമായ ഭാഗങ്ങൾ തന്നെ നൽകിയതായി കാണാൻ കഴിയും. ഈ വിഷയമായി വന്ന എല്ലാ ഹദീസും അവരതിൽ കൊടുക്കുന്നു. അതാണ് ഈ സുഹദ്. ദുനിയാവിൽ താല്പര്യം കുറച്ച് ആഖിറത്തിലേക്ക് താല്പര്യം വർദ്ധിപ്പിക്കുക. അപ്പം താബിഈങ്ങൾ, തബഉ താബിഈകളൊക്കെ സുഹദിൽ വലിയ പ്രാധാന്യം കൊടുക്കുകയും ജനങ്ങളുടെ ഉത്ബോധനങ്ങളെ ആ വക മേഖലയിൽ അവർ കേന്ദ്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ ഖുതുബകൾ, വഅദുകൾ, ക്ലാസുകൾ അതൊക്കെ സുഹദിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ദുനിയാവിൽ താല്പര്യം കുറയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യത്യസ്തമായ അധ്യാപനങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും.